ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ട് ഉള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിലൊരു സംഭവമൊക്കെ ചേർക്കുന്നുണ്ട്. അത് ഇതുവരെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ കറി അധികം ഫേമസ് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അടിപൊളി ഈ തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിറക്കണത് ഒരു തക്കാളിയാണ് കേട്ടോ. ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, അത് കാരണം കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു സവാള നുറുക്കിയതും ഇട്ട് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ഇതിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കളറൊക്കെ ആവുമ്പോൾ നല്ല ഭംഗിയാവും. അപ്പം എൻ്റെ കയ്യിൽ അതില്ല കേട്ടോ. കറി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ വിട്ടിട്ട് ഒരു കളിയില്ലല്ലോ. തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ അവർ നല്ലെണ്ണയൊക്കെ അധികം യൂസ് ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിറക്കണത്. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും വരും ചെയ്യാണ്. മഴയൊക്കെ അല്ലേ, എല്ലാവരും സേഫ് ആയിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ ഉള്ളിയുടെ മിക്സ് അരച്ച് വെച്ചില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ പച്ചമണമൊക്കെ മാറി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് തക്കാളിയുടെ അടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി അരച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണവും നല്ല വേവലും എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇനി കുറച്ച് പണികളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം, നമ്മുടെ ദോശമാവാണ് കേട്ടോ ഗൈസ് ഇത്. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ദോശമാവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അതിനനുസരിച്ചിട്ട് നമ്മൾ എരിവിനുള്ളതും ഉപ്പിനുള്ളതും കൂടി ഇട്ട് കൊടുത്താൽ മതി. നല്ല രുചിയാണ് കേട്ടോ. ഈ ദോശമാവാണ് ഇതിന് രുചി കൂട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുതന്നെയാണ് സംഭവം. ദോശമാവ് തന്നെയാണ് ഇതിന് രുചി കൂട്ടുന്ന ഒരു സംഭവം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് റിസൾട്ട് പറയൂ, കമൻറ്റിൽ കൂടി അറിയിക്കും. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.